ഇന്നത്തെ പരിപാടി വാട്ടർ സ്പോർട്സാണ്. ഇന്ന് ഫുള്ളും വെള്ളത്തിൽ കളിയാണ്. ഇപ്പം രാവിലെ തന്നെ വർക്കലയിൽ നിന്ന് ഇറങ്ങി, റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഗസ്റ്റുമായിട്ട് നേരെ പോവുകയാണ് നമ്മളെ ബോട്ടിംഗ് സെൻറ്ററിലോട്ട്. നമ്മൾ കാണുന്നത് കാപ്പിൽ കടൽത്തീരമാണ് കാണുന്നത്. ഇപ്പം സമയം ഒരു 6:45 അടുപ്പിച്ചാവുന്നുണ്ട്. കുറച്ചുകൂടെ രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. ഗസ്റ്റ് ഇറങ്ങി വെച്ച് താമസിച്ചായിരുന്നു. നമ്മളിപ്പോൾ കൊടുത്തിരുന്ന ടൈം 6 മണിയാണ്. അവരിറങ്ങിയപ്പം 6:30 മണിയോളം ആയി. അതാണ്. പക്ഷേ രാവിലെയുള്ള നമ്മുടെ കായൽ കാഴ്ചയായാലും എല്ലാം നല്ല രസമാണ്. നല്ല ചെറിയ മഞ്ഞും ഇവിടെയൊക്കെ നല്ല രസമായിരിക്കും ആ സമയത്ത് വരികയാണെങ്കിൽ. നമ്മൾ നെടുങ്ങോലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അകത്തോട്ട് പോയി ഈ എത്തുന്ന ആ ബോട്ടിംഗ് സെൻറ്റർ എത്തുന്ന കുറച്ച് റോഡ് കൺജസ്റ്റഡാണ്. അപ്പം ഫ്രണ്ടിൽ പോയ വണ്ടിക്ക് എതിരെ ഒരു വാഹനം വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്തി കുറച്ച് ബാക്കൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും. അത്രയ്ക്ക് ചെറിയ റോഡാണ്. അതുമാത്രമല്ല സൂക്ഷിച്ച് പോകണം. കാരണം അപ്പുറം വീടുകളുണ്ട്. കൊച്ചുങ്ങളൊക്കെ ചിലപ്പം റോഡോട്ട് ഓടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇപ്പോൾ ഒരു നല്ല തിരക്കുള്ള മേഖലയാണ് ഇവിടെ. കാരണം കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 2 വർഷത്തിനകത്ത് ഭയങ്കരമായ ഒരു മാറ്റമാണ് ടൂറിസം മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മനോരമയുടെ ട്രാവൽ മാഗസിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഏപ്രിൽ ലക്കത്തിനകത്ത് നമ്മുടെ ഈ പലവരുത്ത കയാക്കിംഗ് സെൻ്ററുകളെക്കുറിച്ചും കായലിനെക്കുറിച്ചും പാട്ടക്കായലിനെക്കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുതുതായി 1-2 റിസോർട്ട് കൂടി ഇവിടെ വരാനുണ്ടെന്നും വാർത്തകൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും ഇപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്. ഈ ഇടുങ്ങിയ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പോണ വഴിക്ക് തന്നെ നിലവിലൊരു റിസോർട്ടുണ്ട്, ഫാർഗൻ നേച്ചർ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടുണ്ട്. നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള നല്ല സ്റ്റാൻഡേർഡ് റിസോർട്ടാണത്. അപ്പോൾ അവിടെ തന്നെ നല്ല രസമാണ്. ഈ കാണുന്നതാണ്, ഇട സൈഡിൽ കാണുന്നതാണ് ഫാർഗൻ നേച്ചർ. അപ്പം ഇവിടെ ഇതിൻ്റെ ഇട സൈഡിൽ കായലാണ്. അപ്പം ഈ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ പിന്നെ കായലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ റൂമിലൊക്കെ നിന്ന് നല്ല കായൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ മേഖലയിലെല്ലാം കൂടെ എനിക്ക് തോന്നുന്നൊരു 10-30 പുറത്ത് ബോട്ടിംഗ് സെൻ്റർ ഉണ്ട് ഇപ്പോഴും തന്നെ. ഈ അടുത്തായിട്ടാണ് കൂടുതലായിട്ട് വന്നത്. ഒരു 5 കൊല്ലമായിക്കാണ് ഈ ഒരു മാറ്റം വന്നിട്ട്. അതായത് കൊറോണയ്ക്ക് ശേഷമാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഇത്രയും ടൂറിസം മേഖലയിൽ ഇവിടെ ഇത്രയും മാറ്റം വരികയും ഇവിടെ ഇതിന് മുന്നേ ഈ